ചെറിയൊരു പണി കിട്ടി, സൈലൻസർ ഊരി പോന്ന്. അവിടെ വണ്ടി നിർത്താൻ പറ്റണില്ല. ഇങ്ങനെ വണ്ടി മെയിൻ റോഡിൽ നിന്ന് വണ്ടി ഇറങ്ങാൻ. അപ്പോൾ ഞാൻ സൈഡിലേക്ക് ഇറക്കി നിർത്തിയതാ. നിർത്തിയപ്പോൾ ടയർ ചളിയിലും പോകുന്നുണ്ട്. ടയർ കംപ്ലീറ്റ് മൂടി കിടക്കുകയാണ്. എല്ലാത്ത സൈഡ് കെട്ടിയാൽ പാമ്പ് അടിച്ചു തരുന്ന അവസ്ഥ. ഇപ്പോൾ രാജസ്ഥാനിലെ ഗ്രാമപ്രദേശങ്ങളിലെ ബാർബർ ഷോപ്പ് ആട്ടത്. ഇത്രയും സൗകര്യങ്ങളൊക്കെ ഇവിടെ വന്നു. ഒരു ഒറ്റമുറി വീടാണ് കേട്ടോ. എന്താ ഒരു കട്ടില്, ഒരു അലമാറ, എല്ലാ സാധനങ്ങളും. വില്ലേജ് വൈബ്സിന് മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മധ്യപ്രദേശിലെ ഗരഡ് എന്ന സ്ഥലത്താണ്. ഇന്നലെ നമ്മളിതാ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ താമസിച്ചത്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയം 8 മണിയായിട്ടുണ്ട്. മച്ചാൻ എന്താണ് പറയാനുള്ളത്? നമ്മൾ ടെന്റ് അടിക്കാൻ വേണ്ടി വന്നതാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല അടിപൊളി സ്റ്റേ കിട്ടിട്ടോ. നല്ല അടിപൊളി വലുതായ ഓഫീസും കാര്യങ്ങളൊക്കെ തന്ന് ചാർജിങ്ങിനും എല്ലാത്തിനും സൗകര്യം ഉണ്ടായിരുന്നു. ഒരു പ്രശ്നമല്ല, അടിപൊളിയായിട്ട് ഇറങ്ങിയതേ. നമ്മൾ രാവിലെ 9 മണിയായിട്ട് തുടങ്ങി. 8 മണിയല്ലേ? 8 മണിയായിട്ടുള്ളൂ. 9 ഞാൻ 8 മണിയാ 9 മണിയാക്കി. നല്ലൊരു മയക്ക് സാധ്യത ഉണ്ട്. എവിടെയെങ്കിലും പോയി ചായ അടിച്ചിട്ട് നമുക്ക് എന്ത് കാഴ്ച മുന്നിലുള്ളതെന്ന് അറിയില്ല. പക്ഷെ പലരും നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഡെസ്റ്റിനേഷൻ കാണിക്കുന്ന മുന്നേ ആണ്ട് എത്തുന്നത് കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മളിതൊക്കെ ഷൂട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഓക്കെ ഭയ്യ, താങ്ക് യു. നല്ല ആളുകൾ കേട്ടോ. നമ്മൾ കരുത് നമ്മളെ നാട്ടിൽ മാത്രം നല്ലൊരു, നമുക്ക് ഒരു പരിചയമില്ലാത്ത അവർ നല്ല ഹെൽപ്പ്. എനിക്കിന്നലെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ പറയുക, എനിക്ക് കുളിക്കാൻ അവിടെ ടോയ്ലറ്റിൽ ഒരു സൗകര്യമില്ല, പിന്നെ ഒരു വൃത്തി ഇട്ടണില്ല. അവൻ എനിക്ക് സെപ്പറേറ്റ് മോട്ടർ ഇട്ടിട്ട് എൻ്റെ പൈപ്പ് പുറത്തേക്ക് വെച്ചാണ്. ഇവിടെ പശുവിനൊക്കെ പുല്ല് റോഡിൻ്റെ നടുവിലിട്ടിട്ടാണ് കൊടുക്കണത് കേട്ടോ. കണ്ടില്ലെങ്കിൽ റോഡിൻ്റെ സെൻറ്ററാണ് അത്. റൗണ്ട് പോട്ടാ അവിടെ പുല്ലിട്ട് കൊടുത്താൽ അടിച്ചണം. ആ വണ്ടി പോകണം അവിടെ പുല്ലിട്ട് കൊടുക്കൽ പശുവിന്. ഓണടിച്ചിട്ടും പശു പോകണില്ല. ഹോട്ടലിൽ തപ്പി തപ്പി ആ മഴ വെയിൽ തുടങ്ങിയിട്ടുണ്ട്. ശക്തിയാകുമ്പോഴത്തേന് എവിടെയെങ്കിലും കയറണം. അവിടെ കണ്ട ഹോട്ടലിലൊന്നും ഉള്ളിലേക്ക് കയറിയിരിക്കാനുള്ള സൗകര്യമില്ല. ഇവിടൊക്കെ തട്ടുകാരായി മാറിയ മഴ പെയ്തപ്പാ പോടും. ഇവിടെ അപ്പോൾ നമ്മളെ പുക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനത് വീഡിയോ എടുക്കാൻ പറ്റില്ല, വെക്കാനൊരു സ്ഥലമില്ല. അത് കയ്യിൽ ഈ പേപ്പറിലാണ് തന്നിക്കണത്. നമ്മൾ ചായ എടുക്കാൻ കയറിയപ്പോൾ തുടങ്ങിയ മഴയാണ്. ഏകദേശം ഇപ്പോൾ 45 മിനിറ്റായി. പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മഴയാണ് പെയ്യുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊന്ന് ഒതുങ്ങും എന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇത് കൂടണേ ഉള്ളൂ മഴ. ഒരു രക്ഷയില്ലാത്ത മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1.5 മണിക്കൂറായി നിൽക്കാത്ത മഴയാണ്. ഏകദേശം 2.5 മണിക്കൂറോളം മഴ നിൽക്കാതെ പെയ്തിട്ട് അപ്പോൾ കുറച്ച് കുറവുണ്ട്. കാരണം റോഡിന് വരെ ടോൾ എടുക്കാം. നമുക്ക് ബൈക്കിനില്ല, പക്ഷെ മറ്റു വാഹനങ്ങളൊക്കെ ടോളുണ്ട്. നല്ല പണി കിട്ടും. അവിടെ വെള്ളം കയറിയിരിക്കണം തോന്നുന്നുണ്ട്. എന്തൊരു കഷ്ടം എന്ന് പറയാം. നമ്മൾ ഒന്ന് വെള്ളം കയറിയിരിക്കണം. ഈ സൈഡ് മൊത്തം ബ്ലോക്കാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന റോങ് സൈഡ് റൈറ്റ് സൈഡിലാട്ടാ. റോങ് സൈഡ് കയറിയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ട്രാക്ക് മുഴുവൻ ബ്ലോക്കാണ്. നമ്മൾ റൂട്ടിലല്ല, റൂട്ടിൻ്റെ സൈഡിലാന്ന് മാത്രം. ഇതാണ് അവസ്ഥ. എന്തൊരു കഷ്ടം എന്ന് പറയുന്നു. രക്ഷയില്ലാത്ത മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ട് മുന്നിലൊക്കെയാണ് വണ്ടിക്കാർ. നമ്മോട് ആദ്യം ചോദിക്കണം നമ്മളെ മാതാ ചോദിച്ചത്.
ഞാൻ ആകെ ഒന്ന് പേടിച്ച്. കാരണം ഈ വെള്ളക്കെട്ട കൂടി കണ്ടപ്പോൾ വെള്ളം കയറിയിട്ടുള്ള ബ്ലോക്കാണ്. അപ്പോൾ ഈ ട്രാക്കിൻ്റെ ഉള്ളിൽ കൂടി ഒരു വണ്ടിയെ പോകുള്ളൂ. ആ ബ്ലോക്കാണ് ഇവിടെ. നമ്മളാ മുന്നിൽ നിൽക്കണ അവർ നമ്മളോട് എവിടുന്ന് വരണമെന്ന് വെച്ച് കയറാൻ തന്നെ. പിന്നെ കാസ്റ്റാണ് ചോദിക്കണത്. ഞാൻ പറയും എനിക്ക് മതമില്ല എന്ന് പറഞ്ഞു. കൈയൊക്കെ വേണ്ട ആളുകൾ. മൊത്തം ബ്ലോക്ക് ആയി നിൽക്കാം. അതിനിടയിൽ റോട്ടിലേക്ക് ഒരു മരം വീണിട്ടുണ്ട് കേട്ടോ. നല്ല ഇടിയും മിന്നൊക്കെ ഉള്ള മഴയായിരുന്നു അവിടെ പെയ്തത്. ഇപ്പോൾ ഒരു രക്ഷയില്ലാത്ത മഴയാണ് കേട്ടോ. ഒരുപാട് മണിക്കൂറുകൾ ഇവിടെ എന്താ മേഘസ്ഫോടനം ഉണ്ടായിരിക്കണ ഒത്തിരി ശക്തിയിൽ മഴ. നമ്മളൊരു ഡാബിയിൽ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. ഞാനൊരു വെജ് ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത്. മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. എന്താ സംഭവിച്ചിരിക്കണമെന്ന് അറിയില്ല. കാരണം ഗുജറാത്തിലൊക്കെ ആരെ പറയുന്നത് വെള്ളപ്പൊക്കം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടിന്. നമ്മൾ കറക്റ്റ് അറിയില്ല, നമ്മൾ നോക്കിയിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ രാജസ്ഥാനാണ്. ഇതാ കണ്ടില്ല അവസ്ഥ താട്ടാ. അത് ഹൈവേ ആണിത്. ഹൈവേൻ്റെ കോലാണ്. രാജസ്ഥാൻ നമ്മൾ കൊട്ട ഇവിടുന്ന് 20 കിലോമീറ്റർ ഉണ്ട് രാജസ്ഥാനിൽ. അതാ റോഡിൽ വെള്ളം കയറിയിരിക്കണം. എന്തൊരു കഷ്ടമെന്ന് അറിയത്. ആ വണ്ടിയൊക്കെ പോയി. നമ്മളത് സ്കൂട്ടറാണ്. കുളിച്ചീന്ന് നമ്മളെ സൗണ്ട് ഉണ്ടാക്കിയാണ് ഇപ്പോൾ അവിടെ സ്ലോ ആക്കി. കല്ലെടുത്ത് എറിയേണ്ടി വരെ പോയി. ഇത്രയും വെള്ളക്കെട്ട് കാണുമ്പോൾ ഒന്ന് പതുക്കെ പോയി. ഇവിടെ സോപ്പ് കഴിച്ചിട്ടാണ് കുളി കഴിക്കുന്നു. ഹെൽമെറ്റ് പൊക്കണ്ട കേട്ടോ. ഹെൽമെറ്റ് പൊക്കി വെള്ളം തൊള്ളിക്കാൻ വരും. ഇതിൽ പാമ്പുണ്ട് കേട്ടോ. നമ്മൾ ഏതായാലും റോങ് സൈഡ് കയറി പോവാണ്. അത് നടക്കുള്ളൂ. റിസ്ക് എടുക്കാൻ വെച്ചാൽ ഒന്നാണ് കയറ്റി എടുത്ത് ചിലപ്പോൾ ഒലിച്ചു പോകും. ഒന്നാണ് കയറ്റിയിട്ട് എന്നിട്ട് നിർത്താം നമുക്ക്. ഇവിടെ ഇട്. നമ്മളിപ്പോൾ റോങ് സൈഡ് വന്ന് നമ്മളെ വന്ന സൈഡിൽ നിന്ന് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞതാണ്. വെറുതെ കണി വെള്ളം ഒഴിക്കും നോക്കുകയാണ്. ഈ പറമ്പ് മൊത്തം വെള്ളം കയറി കിടക്കുകയാണ്. നമ്മൾ ഇങ്ങനെ പോകുന്നത് അപ്പുറം ട്രാക്കാണ് കാണുന്നത്. ഫുള്ള് വെള്ളത്തിലാണ്. ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞ ഇതുപോലൊരു മഴ ഇവിടെ ആദ്യമായിട്ടാണെന്നാ പറഞ്ഞു കിട്ടാം. ചെറിയൊരു ഓവുചാലിൽ നിന്ന് പോണ പവറാണ്. പറമ്പ് മൊത്തം വെള്ളം കയറി. അങ്ങനെ ഒരുപാട് ദൂരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിതാ കൊത്ത എത്തിയിട്ടുണ്ട്. കൊത്ത സിറ്റിക്ക് നേരെ പോകണം. നമുക്കിനി പോകേണ്ട റൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാണ്ട്. പെയിൻറ്റിങ് ആയാലും കെട്ടിടങ്ങളെ കളറായാലും ഇവിടെ ഈ റിവറൊക്കെ എമ്മാ ഭംഗി എന്നറിയും. ഇതിൻ്റെ ഇടയിൽ നിന്ന് കാണുമ്പോൾ ഒരു റിവറുണ്ട്. പക്ഷെ ഇവിടെ വണ്ടി നിർത്താൻ പറ്റില്ല. പാലത്തിൻ്റെ മുകളിലാണ്. ആ ടൗണിൻ്റെ 2 സൈഡിലുള്ള ടൗണും അതിൻ്റെ ഇടയിൽ കൂടി അത് ഒഴുകണത് എന്തൊരു ഭംഗി എന്നറിയും. നല്ല വൃത്തിയുണ്ട് കേട്ടോ. നമ്മൾ അവിടെ എവിടെയെങ്കിലും ഇവിടെ വണ്ടി നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ നിർത്തി കാണിച്ചു തരുന്നത്.
അങ്ങനെ തൊട്ട് നമ്മൾ ഏതോ ഒരു പമ്പ്, ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല, നേരം വെളുത്തിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ടെൻ്റ് അടിച്ചാണ്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് കൊട്ടാന്ന് പറഞ്ഞ സ്ഥലത്ത് KFC കണ്ടിരുന്നു. മച്ചാനക്ക് എനിക്കും അത് കണ്ടപ്പോൾ തന്നെ അപ്പോഴാണല്ലേ കുളിക്കാനും ഉണ്ട്, ടോയ്ലറ്റിൽ പോകാനുണ്ട്, അപ്പോൾ നമ്മൾ കഴിക്കാൻ പറ്റില്ല. ഇങ്ങനെ മച്ചാൻ പോയിട്ട് പാർസൽ കൊടുക്കുന്ന സാധനം ഇട്ടാ 18 കിലോമീറ്റർ പോയിട്ടാണ് 18 കിലോമീറ്റർ ഓടിയിട്ട് 18 ആണ്ടും കൊണ്ട് ഏകദേശം 28-36 കിലോമീറ്റർ ഓടിയിട്ടാണ്. ഇന്നത്തൊക്കെ മഴ കണ്ടില്ല. ഈ മഴത്ത് KFC തിന്നില്ലെങ്കിൽ ഞാൻ പണം പോയിട്ട് പവർ തന്നില്ല, ഇതൊന്നും നോക്കിയില്ല. ഇതടിക്കട്ടത് കേരളം വിട്ടതിന് ശേഷം എപ്പോഴാണ് KFC കയറാൻ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസം നമ്മളിഞ്ഞ് ഇവിടുന്ന് ജയ്പൂരിലേക്ക് പോവാണ്. ഇന്നലത്തെ ഉറക്കൊക്കെ ഒരു കഥയായിരുന്നു. നമ്മൾ ഇന്നലെ രാത്രി കൊടുന്ന് ബ്രോസ്റ്റൊക്കെ കൊടുന്ന് കഴിച്ചത്, അതിൻ്റെ അകത്ത് നമ്മൾ ടെൻ്റ് അടിച്ചത്. ഒരു രക്ഷയില്ലാത്ത ചൂട് എന്ന് പറഞ്ഞാൽ ചൂടെടുത്തിട്ടുണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ നമുക്ക് ടെൻറ്റിൻ്റെ അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ കൊതുക് കയറുക. ഒന്ന് ബ്രോസ്റ്റ് എന്നിട്ടുള്ള ചൂടാണ് ശരീരത്തിന്. ഇപ്പോൾ അത് അന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണ്, മഴയൊന്നുമില്ല ഈ സമയം വരെ. അപ്പോൾ നമ്മളിഞ്ഞ് ഇവിടുന്ന് ജയ്പൂരിലേക്ക് പോവാണ്. ഒരു ഹൈവേൻ്റെ നടുഭാഗമാണ്. പശുക്കളൊക്കെ വന്ന് കിടന്നിട്ട് ഇവിടെ നമ്മൾ വാഹനങ്ങളല്ല ശ്രദ്ധിക്കേണ്ടത്, പശുക്കളെ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ നമ്മൾ സൈഡ് കൊടുക്കേണ്ടതും പശുക്കൾക്ക് അവിടെ. ഞാൻ മഴ പെയ്യില്ല എന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മളെ റെയിനിൻ്റെ ഫാൻ്റെ ഒന്നും ഇട്ടിട്ടില്ല. കാരണം അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ചൂടാണ് അടുത്ത്. അപ്പോൾ അതാ അങ്ങനെ ചെറുതായിട്ട് തുള്ളിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ബായി നമ്മളെ ഈ ബൈക്കിൽ വന്ന ബായി നമ്മളെ ഒരു ചായ കുടിക്കാറുണ്ട്, അവിടേക്ക് വിളിച്ചു വിടുന്നാട്ടാ. ഇല്ല, ഈ കാണുന്ന ആള്. आपका नाम? मेरा नाम भगवान मेघ। भगवान है। ये क्राउडिंग ये देखो आईडी है, थोड़ा आता है इंस्टाग्राम थोड़ा है ना। നമ്മളെ കാലിലൊക്കെ തൊട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അതൊക്കെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കുന്നത് ഞാനത് കണ്ടില്ല. टाटा कंपनी का वो लेके आते हैं उधर से। ഈ ബായി എന്നിട്ട് നമ്മൾ ചായ എടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഇത് ബായിൻ്റെ മക്കളാണ്, ഇത് വൈഫ്. उधर बहुत अच्छा एरिया आपका, कोई वहाँ पर केरला में कोई चोरी चकारी कुछ नहीं, बहुत अच्छा एरिया। ബായി പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ കേരളം നല്ല സ്ഥലമാണ്, യാത്ര ചെയ്യാനൊക്കെ നല്ല സുഖമാണ്, പേടിക്കേണ്ട കള്ളന്മാരെ പേടിക്കേണ്ട ആളുകളൊക്കെ നല്ല ആളുകളാന്നൊക്കെ ബായി നമ്മോട് പറഞ്ഞിട്ടാ. ബായി ഇപ്പോൾ ചായയൊക്കെ പോയി തന്നിട്ട് പറഞ്ഞത്, നിങ്ങൾ പോവല്ല എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ആകത്തിച്ച് പോയ പോലെ നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നല്ലേ, നമ്മളെ സഹോദരങ്ങൾ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാ ബായി. നമുക്ക് പോകണമെന്നുണ്ട്, പക്ഷെ നമുക്ക് സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുമുണ്ട്. ബായി നമ്മളോട് അവരെ വീട്ടിലേക്ക് ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. വണ്ടിയിൽ ബാക്കിൽ പോരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പോയി നോക്കുക നമ്മൾ. ബായി നമ്മളെ ബായിൻ്റെ വീട്ടിലേക്ക് കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബായിൻ്റെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കൊടുന്ന കേട്ടോ. ഇത് ബായിൻ്റെ വീടല്ല, ബായിൻ്റെ വീട്ടിലാണ് സാധനം റെഡിയാണ്. അപ്പോൾ ബായി നമുക്ക് അതേ ഇവിടെ റെസ്റ്റ് ചെയ്യാച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കി കൊടുത്തു തന്നിട്ട് അതിൽ ചെറിയ ടീ ഷോപ്പിൻ്റെ മുന്നിലാണ് ബായി കൊടുത്ത് നിർത്തിയിട്ടുള്ളത്. ഇവിടുത്തെ ഒരു ബാർബർ ഷോപ്പാണ് എൻ്റെ ഫ്രണ്ടിലാണ് കാണുന്നത്. രാജസ്ഥാനിലെ ഗ്രാമപ്രദേശങ്ങളിലെ ബാർബർ ഷോപ്പ് ആട്ടത്. ഇത്രയും സൗകര്യങ്ങളൊക്കെ ഇവിടെ വന്നു. ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താ പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഷേവ് ചെയ്യാൻ ഉപയോഗിക്കില്ല, നമ്മൾ ടർക്കി. ആ ടർക്കി തന്നെ നമ്മൾ മുഖം തോത്തല്. കാരണം ടിഷ്യൂം കാര്യങ്ങളും ഇവിടെ ഇല്ല. രാജസ്ഥാൻ ആയാലും മധ്യപ്രദേശ് ആയാലും മഹാരാഷ്ട്ര ആയാലും നമുക്കത് അനുഭവം ഉള്ളതാണ്. ചെറിയ റേറ്റൊക്കെ ഉള്ളു ഷേവ് ചെയ്യാൻ. പക്ഷെ എന്താണ്, മറ്റുള്ളവർ ഉപയോഗിച്ച ടർക്കി കൊണ്ട് നമ്മളെ മുഖം തുടക്കും. ടിഷ്യൂം കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെയൊക്കെ ആയിരുന്നു 40 രൂപക്കുള്ള. ഞാൻ മധ്യപ്രദേശിൽ ഞാൻ ഷേവ് ചെയ്തപ്പോൾ 40 രൂപ കഴിഞ്ഞത്. പക്ഷെ അന്ന് എനിക്കിത് അറിയില്ലായിരുന്നു, അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു ഇതെന്താ സംഭവം എന്നുള്ളത്. പിന്നെയാണ് ഞാൻ അങ്ങനെ ചോദിച്ചാൽ പറഞ്ഞു, ഇവരെ ഇവിടെ ഉള്ളവരൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ടർക്കിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാർബർ ഷോപ്പിക്ക് വരവുന്നുള്ളത്. അപ്പോൾ നമ്മളെ ബായിൻ്റെ അടുത്തേക്ക് വീട്ടിലേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ബായി കൊണ്ടുപോകണം. അപ്പോൾ ബായി സാധനം സെറ്റ് ആവുമ്പോൾ നമ്മളിവിടെ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുത്തിയായിരുന്നു. നമ്മൾ പോവാണ്, ബായി റെഡി ആയിക്കണം, പോകാമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇവിടുത്തെ കസാരയും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഒരു ചെറിയ ബാർബർ ഷോപ്പ്. ഇതാണ് ഇതിൻ്റെ ഓണർ. ബായിൻ്റെ ഗ്രാമത്തിൽ നമ്മൾ എത്തിയിട്ടാണ്. കുറച്ച് ചളിയും ഇവിടെ, ചളിയും ചാണകവും എല്ലാം ഉണ്ട്.
നമ്മളിതാ ബായിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മാവും കാര്യങ്ങളൊക്കെ സെറ്റ് ആവണുള്ളൂ റൊട്ടി ഉണ്ടാക്കാൻ. ബായിൻ്റെ ഭാര്യ നമുക്ക് ഇതാ ആലു പൊറോട്ട ഉണ്ടാക്കി തരാട്ടാ. ഒരു ഒറ്റമുറി വീടാണ് കേട്ടോ. എന്താ ഒരു കട്ടില്, ഒരു അലമാറ, എല്ലാ സാധനങ്ങളും ഗ്യാസ് അടക്കാതെ ഈ ഒറ്റ റൂമിലാണുള്ളത്. പിന്നെ ടോയ്ലറ്റ് സെപ്പറേറ്റ് പുറത്തുണ്ട് എന്നാണ് ബായി പറഞ്ഞിട്ടുള്ളത്. വേണ്ട അവരെ കട്ടിൻ്റെ ചോട്ടാണ് അവരെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത്. ഞാൻ പിയേക്കാം ഇറക്കും വണ്ടിയിൽ ഞങ്ങൾ ഇത്രയും സൗകര്യം, ഒരൊറ്റ മുറി വീട് താമസിക്കാൻ ഇത്ര മതി. നമുക്കൊക്കെ ഇതിനേക്കാളും നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളിങ്ങനെ യാത്ര ചെയ്യാൻ ഇറങ്ങുമ്പോഴാണ് നമ്മളൊക്കെ എത്ര ഭാഗ്യമുള്ള ആളുകളാണെന്ന് മനസ്സിലാവുന്നത്. ഞാനൊരു ഒറ്റമുറി വീട്ടിൽ ഒരു കയ്യിൽ 2 മക്കളുള്ളത്. ഒരു മകൻ ഇവനാണ്. പിന്നെ ഒരാൾ തണുത്ത വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കടിക്ക് പറഞ്ഞയച്ചാണ് ബായി. വേണ്ടാന്ന് പറഞ്ഞൊരു ബായി പറഞ്ഞയച്ചാണ്. എന്താ പറയാ, ഇതൊക്കെ നമ്മൾ വീട്ടിലിരുന്നാലും നമുക്ക് ഈ അനുഭവം കിട്ടുള്ളൂ. യാത്ര ചെയ്യാൻ ഇറങ്ങിയാലും മാത്രമേ നമുക്ക് ഈ അനുഭവം കൂടി കിട്ടുള്ളൂ. അപ്പോൾ ബായി നല്ല തൈര്, ആലു പൊറോട്ട, അച്ചാറ് ഇതൊക്കെ നമുക്ക് വിളമ്പുണ്ട് കേട്ടോ. പിന്നെ സലാഡും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ എന്താ പറയാൻ വാക്കുകളില്ല ഈ അനുഭവത്തിനൊക്കെ. അപ്പോൾ നമ്മൾ ഇത് കഴിക്കുകയാണ്. അവർ കഴിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. നമുക്ക് നല്ല ആലു പൊറോട്ട, തൈര്, അച്ചാറ്, സലാഡ് ഇത് കഴിക്കട്ടെ എന്തായാലും. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളെ ബായി നമുക്ക് ചെറുനാരങ്ങയിൽ മഞ്ഞപ്പൊടിയും ഉപ്പ് പൊട്ടിച്ചിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് കഴിക്കുകയാണെങ്കിൽ ഗ്യാസ് ട്രബിൾ ഒന്നും ഉണ്ടാവില്ല. അത് കഴിച്ചോളി, യാത്രക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞ് തന്നാണെങ്കിൽ കഴിച്ചോ. കേരളത്തിൻ്റെ എല്ലാം അരച്ച ചോയ, കേരളത്തിൻ്റെ എല്ലാം എനിക്ക് അതിന്റെ ചോയ. മച്ചാൻ എങ്ങനെ കഴിക്കണത്? ഇപ്പൊ എന്റെ മുഖത്ത് കുറച്ച് നവരസങ്ങൾ വന്നില്ല. അത് ഇതാ ചെറുനാരങ്ങയിൽ മഞ്ഞപ്പൊടി ഉപ്പ് പൊട്ടിച്ചാണ്ട് കഴിച്ചാൽ നിങ്ങൾക്ക് ആ നവരസങ്ങൾ നിങ്ങളെ മുഖത്തും കിട്ടും. ഇവരെ രണ്ടാളും കണ്ട നിങ്ങൾക്ക് ഏട്ടനായിട്ട് ആരാ തോന്നുന്നത്? ഇവനെ തോന്നുന്നില്ല, പക്ഷെ ഇവനാണ് ഏട്ടൻ ഇട്ടാ. ഇവർ രണ്ടാളും 3ാം ക്ലാസ്സിലായിരുന്നു സ്കൂളിൽ. പക്ഷെ ഇവർ വേറെ സ്ഥലത്ത് തന്നെ അവരെ വീട്. ഇപ്പം ഇങ്ങോട്ട് വീട് മാറിയപ്പോൾ ഇവരെ പിന്നെ 2ാം ക്ലാസ് തന്നെ ചേർത്തെന്നാണ് പറഞ്ഞത്. ഞാൻ അൻസു അറൂസ്. നമ്മളൊരട്ടം പേര് ചോദിച്ചാൽ കേട്ടോ ഇവിടുന്ന്. ഞാൻ ഇഷ്ടമൊന്നുകൂടി ചോദിച്ചതാണ് അവരോട്. നമ്മളെ ദീദി ഇവിടെ ഉണ്ട്. നമ്മൾ സംസാരിക്കണ കട്ടുകാട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവർ പറഞ്ഞത് നിങ്ങൾ ഇന്ന് പോകേണ്ട, ഇന്ന് ഇവിടെ നിന്നോളി, നിങ്ങൾക്ക് നാളെ പോകാം, ഇന്ന് ഇവിടെ റെസ്റ്റ് ചെയ്ത് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടോളി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ പക്ഷേ പക്ഷെ നമുക്ക് ടൈമില്ല. നമ്മൾ ഓൾറെഡി ഞാൻ ഓഗസ്റ്റ് 1 കാശ്മീർ എത്തേണ്ടതാണ്. ബായി നമ്മളെ ഒരു വണ്ടിയിൽ ഒരു വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ആ വെള്ളം എന്താ ഈച്ചൊക്കെ ചാകുന്ന സാധനമാണ്. അതിന് വന്നിരുന്നാൽ വണ്ടിയിൽ ഇരുന്നാൽ എന്ത് നല്ല സ്നേഹമുള്ള ആളുകൾ. ബായി ഇവിടെ ഒരു മന്ദിരം ഉണ്ട്. ആണ്ടാപ്പം നമ്മളെ കൊണ്ടുപോകണത്. ഇവിടെ കുറച്ച് ടീമിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ടീമിനെ കിട്ടിയിട്ടുണ്ട്. ഒരാളിനെ കണ്ട് പേടിച്ചോടി. പക്ഷേ जय हिंद आर्मी का पेन ठीक है. രണ്ടാളിനെ കണ്ടപ്പോൾ പേടിച്ചോടിയിരിക്കുന്നു. പന്നികളെ കൂട്ടാള ഇവിടെ. ഇങ്ങനെ വൈറ്റ് കളർ പന്നി ഉണ്ടാവുമോ? ഞാൻ ആദ്യമായിട്ട് വൈറ്റ് കളർ പന്നിനെ കാണുന്നത് കേട്ടോ. ഇനി ഇത് വലുതാവുമ്പോൾ മറ്റേ കളർ ആയി വരണതാ. ഈ ചളിയിലാണ് കിടന്ന് കളിക്കണത്. നമ്മളെ ബായി നമ്മളെ ഒരു സ്ഥലത്തേക്ക് കൂട്ടി കൊടുത്തോട്ടെ. രാജസ്ഥാൻ്റെ ബൂണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമാണിത്. എത്ര വീടുകളാന്ന് നോക്കുകയാണെ എണ്ണിയ തീരുടെ ഞാൻ അങ്ങനെ കാണിച്ചു തരാം.
ഒരു മലഞ്ചെരുവിലാണ് ഈ ഗ്രാമം ഉള്ളത്. सर यहाँ से केरला दिखता है, ऊपर से एक वो कैमरा से केरला दिखता है. यहाँ से दिल्ली कैमरा, यहाँ दिल्ली നോക്കണേ ഗ്രാമത്തിന്റെ വലിപ്പം. ये वो അപ്പോൾ നമ്മളെ ഭായി പോവുക കേട്ടോ. നമ്മളെ ഭായി ഇവിടെ സ്ഥലങ്ങളൊക്കെ प्रॉब्लम इनको कॉल करने में. मेरा नंबर है, हाँ नंबर है वो व्हाट्सएप पे मैसेज करो. ओके करता हूँ, घर पे जाके करता. अभी पानी में भीग जाएगा, हैंग हो जाएगा, मोबाइल चलेगा नहीं, इसलिए अभी उधर केरला ഭായി നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് നിൽക്കണേ. ഭായി ഒരു കോട്ട് പോലും ഇല്ലാതെ നമുക്ക് ഈ സ്ഥലം കാണിച്ചു തരാൻ വേണ്ടി മഴ കൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ ആള്. वो बारिश है, बारिश नहीं नहाएंगे सर, कपड़ा चेंज कर देंगे. वो आपकी वो दीदी है ना, वो बोलेगी वो कोई प्रॉब्लम नहीं. वो बोले अच्छा छोड़ के कहाँ पर आया उनको, उसने बोला छोड़ के आओ इनको दिखा के आओ. ഭായിയുടെ ഭാര്യ പറഞ്ഞാണ് നമ്മളവിടെ കൊണ്ടുപോയിട്ട് ഇതൊക്കെ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞയച്ചാന്നാ പറഞ്ഞു കേട്ടോ. അവർ നമ്മോട് നിൽക്കാനൊക്കെ പറഞ്ഞു. ഓക്കെ ओके ऑल द बेस्ट. താങ്ക് യു. ഇതിൻ്റെ താഴെ ചെറിയൊരു ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. हाँ ये देखो, ये ऐसा ये अरे सर कहाँ जा रहे हो आप? കേരള. कहाँ पे? കേരള. केरला जा रहे हो आप? केरला से हो या? केरला से है, अच्छा ऑस्ट्रेलिया जा रहा है. गुड यार, मैंने आपको देख करके रुका यार. भैया केरल के हैं, केरला के हैं. ऑस्ट्रेलिया तो आप कैसे जाओगे? 11 कंट्री बाय रोड, 2 कंट्री शिप. तो इसमें कुछ बेनिफिट होता है आपको? इसमें कुछ बेनिफिट होता है? जगह देखने है, बस सिर्फ घूमना है ओनली, या कुछ आपको कुछ मिलता है या बस सिर्फ घूमने का? तो ये जो पेट्रोल चलेगा ये तो सब आपका जेब का? मैं सऊदी में काम पहले 10 साल सऊदी में काम. अच्छा अच्छा. और ये क्या है आपके कैमरा? वो कैमरा है. तो ब्लॉगर तो नहीं हो आप? ब्लॉग है वो, छोटा चैनल है. आपका शुभ नाम है क्या नाम है आपका? इरशाद. इरशाद भाई. हाँ. वाह यार, केरला से हो आप. गुड यार, मेरे को अच्छा लगे था आप, मैंने ऐसा देखा. एक भाई और आ रहा था पीछे, एक बाइक वो हो रहा है. इंडिया नेपाल गुट 3 कंट्री है. हाँ हाँ उसका 3 मैं कंट्री. 13 कंट्री है. अभी तक कहाँ चलेगा आप? जयपुर से. अच्छा वाह यार, चलो इरशाद भाई अच्छा लगा यार. Thank you. ചെറിയൊരു പണി കിട്ടി. സൈലൻസർ ഊരിപ്പോന്ന് പറഞ്ഞാൽ അവിടെ ഒരു നെട്ടിടുന്നുണ്ട്. അവിടുത്തെ ആ നെട്ട് കഴിഞ്ഞു പോയതാണ്. ഞാൻ എന്തൊരു സൗണ്ട് കേട്ടപ്പോൾ നിർത്തിയതാണ്. അത് പൊക്കി അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ആവും തോന്നുന്നുണ്ട്. നല്ല ചൂടാ സൈലൻസർ, ഒന്ന് ചൂടാറണം. അവിടെ ഒരു നെട്ട് കൊഴിഞ്ഞു പോയതാണ്. അപ്പോൾ ഇവന്നിട്ട് ഊരിയതാ. ഞാനത് പൊട്ടിപ്പോന്നാന്ന് കരുതി. കണ്ടില്ലേ, ഇതാണ് പ്രശ്നം. ഇവിടെ ഊരിയതാണ്. അവിടെ ഊരാൻ കാരണം ഈ കാണുന്ന സ്ഥലത്ത് ഒരു നെട്ടുണ്ട് ഇതിൻ്റെ മുകളിലാണ്, അതിൽ ഈ ഓട്ടിൽ അത് കൊഴിഞ്ഞു പോയിക്കണേ. അപ്പോൾ ഞാനത് കുടുക്കിയിട്ട് ഒരു കയറുകൊണ്ട് തൽക്കാലം ടമ്പറാക്കി വെച്ചാൽ. പക്ഷെ പിന്നെ ഊരിയത് അത് ഊരിയ ശേഷം ഞാനിത് അവിടെ വണ്ടി നിർത്താൻ പറ്റണില്ല. ഇങ്ങനെ വണ്ടി മേറോട്ടിൽ നിന്ന് വണ്ടി ഇറങ്ങാൻ. അപ്പോൾ ഞാൻ സൈഡിലേക്ക് ഇറക്കി നിർത്തിയപ്പോൾ ടയർ ചളിയിലും പോകുന്നുണ്ട്. ടയർ കംപ്ലീറ്റ് മൂടി കിടക്കുകയാണ്. എല്ലാത്തൊരു സൈഡ് കെട്ടിയാൽ പാമ്പ് അടിച്ചു തരുന്ന അവസ്ഥ ഇപ്പോൾ ഇത് കണ്ട. അതിപ്പോൾ നമ്മുടെ ബൈക്ക് താന്ന കുഴിയാണ്. അപ്പോൾ നമുക്കിതാ ഹെൽപ്പിന് 2 भाई आपका नाम? मेरा नाम पन्ना सिंह. पन्ना सिंह. यस. ഇവിടെ വേറൊരാളുണ്ട്. भाई आपका नाम? बैग कुणाल रॉय. कुणाल रॉय. यस कुणाल. कुणाल रॉय. यस कुणाल रॉय. പല ബൈക്കാണ് ഇതിട്ടാ. അപ്പോൾ ഓര് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്ന്. जयपुर आ जाओ आप. जयपुर में बाइकोलॉजी स्टोर है. लेट्स मीट ओवर देयर. ठीक है. तो जैसे भी आपका जर्नी का है उसके लिए अपन एक ब्रीफ पे करते हैं. ठीक है. ओके. नाइस टू मीट यू मैन. താങ്ക് യു. राइट से ब्रदर. നന്നാക്കിയെന്ന് ചോദിച്ചാൽ നന്നാക്കിയിരിക്കുന്നു. അത് ഇനിയും അതുപോലെ കൊഴിഞ്ഞിടാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിൻ്റെ ആ ബോൾട്ട് ഇട്ടപ്പോൾ പ്രശ്നം തീർന്നു. പക്ഷെ ആ ബോൾട്ട് ഷോറൂമിലേ കിട്ടുള്ളൂ. ഞാനിതിന് മുന്നേ അയിമൊരു ഇതുണ്ടായിരുന്നു, നമ്മുടെ ബോക്സിന് വെൽഡ് ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോന്നിട്ട് തന്നെ ബോൾട്ട് തപ്പിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
ഷോറൂമിൽ നിന്ന് മാത്രമേ കിട്ടിയത്. आपका नाम? हाँ आपका नाम? समीर. हमारे फ्रेंड भी आ रहे हैं, उन्होंने रिक्वेस्ट की है तो भाई साहब से फोटो कौन ला रहे हैं उनको അപ്പോൾ നമ്മളെ നിർത്തിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നാട്ടോ. कहाँ से कहाँ तक? इंडिया टू ऑस्ट्रेलिया. ഇന്ത്യ ടു ഓസ്ട്രേലിയ. कहाँ से आ रहे हो? ऑस्ट्रेलिया से इंडिया से? കേരള കേരള. केरला से. स्टीव पर ही. एक साल 6 महीने की जर्नी. 1 साल 6 महीने. अभी 3 महीने हो गया. तो क्या लाइव चल दो क्या? है लाइव. ये रिकॉर्डेड हो गया तो. और रिकॉर्डेड है तो वो वीडियो रिकॉर्ड करो थोड़ा सा यार. यो यूट्यूब का. चैनल है आपका? है चैनल का नाम क्या है? वो विलेज इरशाद इंस्टाग्राम. इरशाद नाम है आपका. चैनल का नाम दे दो. नाम है आपका? मेरा नाम इरशाद. इरशाद भाई. कहाँ से हो? കേരള. നമ്മൾ ജയ്പൂർ പോകുന്ന വഴിയിൽ നമ്മളെ പരിചയപ്പെടാൻ വേണ്ടി വന്നാണ്. ഭൈ आपका नाम? रिजवान. नाजिम. नाजिम. जुनैद. जुनैद. माज. माज. साकिब. साकिब. सी पठान. सी पठान. हमारे सबके साथ. ओके. सलाम भाई. आपका जब भाई ना आपको फुल कांग्रेचुलेशन. താങ്ക് യു. चलो गाइस काली पलटे के तरफ चलते हैं अपन. അപ്പം നമ്മളെ ബായി ഇതാ നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊടുന്ന കേട്ടാ. ഇവിടെ വേറെ ഒരുപാട് ആളുകളുണ്ട്. നമ്മളെ ബൈക്ക് കംപ്ലൈൻ്റ് ആയ അവിടുന്ന് കണ്ട് പരിചയപ്പെട്ട പന്നാ സിംഗ് ബായ് കുറച്ച് മുന്നൊക്കെ നമ്മൾ മച്ചാൻ അവിടെ ഉണ്ടായിരുന്നു. മച്ചാൻ്റെ അടുത്ത് നിർത്തി. പിന്നെ ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അതിന് വന്നതിന് ശേഷം അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി കൊണ്ടുപോയി. അതിൻ്റെ ശേഷം അവർക്കൊരു സ്വീകരണം ഉണ്ടായിരുന്നു. ആ സ്വീകരണ സ്ഥലത്തേക്ക് നമ്മളെയും കൂട്ടി കൊണ്ടുപോയി. നമുക്കൊരു സ്വീകരണം തന്നു അവിടുന്ന്. അങ്ങനെ എന്താ പറയുക, ഒരു ബൈക്ക് കംപ്ലൈൻ്റ് ആയപ്പോൾ നല്ല ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമായിരുന്നു. പക്ഷേ ആ ബൈക്ക് കംപ്ലൈൻ്റ് ആയിട്ടില്ലെങ്കിൽ ഇവരൊന്നും പരിചയപ്പെടാനൊന്നും പറ്റൂലായിരുന്നു. അങ്ങനെ നല്ലൊരു മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു. പിന്നെ നമ്മളെ പന്നാ സിംഗ് ബായ് അവരെ ജയ്പൂരുള്ള അവരെ ഷോറൂമിലൊക്കെ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അവിടെയൊക്കെ പോയിട്ട് ഇന്ന് ഇവിടെ എവിടെയും സ്റ്റേ ചെയ്തിട്ട് ഇന്ന് നമുക്ക് ജയ്പൂർ ഓടി എത്താൻ പറ്റുമോ നമ്മോട് ചോദിച്ചിരുന്നു. ഇവരിൽ ഒരുപാട് ഫോളോവേഴ്സുള്ള യൂട്യൂബേഴ്സുണ്ട്. അവർ വലിയൊരു ഇവിടെ നമ്മൾ ടെൻ്റ് അടിച്ച് നാളെ നമ്മൾ പന്നാസിംഗ് അടുത്ത് ജയ്പൂരിൽ സംഭവിച്ച ഷോറൂമിലൊക്കെ എല്ലാം. ഒരു വണ്ടി കംപ്ലൈൻ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവത്തിലൊന്നും പങ്കെടുക്കില്ലായിരുന്നു. ഭയങ്കര ഒരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവങ്ങളായിരുന്നു ഇവിടെ സംഭവിച്ചത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും അങ്ങനെ സംഭവിച്ചു ഈ യാത്രയിലൂടെ. ഇവിടെ ആകെ വെടിക്കെട്ട് അയക്കണ്. ഇപ്പം എൻ്റെ സൈലൻസർ ഊരിയത്തിൽ അപ്പുറമുള്ള പൊട്ടാവും ഇവിടെ ഉണ്ടാവില്ല. चलो इरशाद भाई, let's see you tomorrow. ठीक है. Okay. Okay, चलिए brother, let's meet tomorrow. Okay. Bye. Bye. എങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ട് ടെൻ്റ് അടിച്ച് കിട്ടാം. ഞങ്ങളിവിടെ എത്തിയപ്പോൾ സമയം 11:30 വീഡിയോ എടുക്കാനുള്ളൊരു മൂടേ ഉണ്ടായിരുന്നില്ല. അത് അവിടെ വന്ന് ടെൻ്റ് അടിച്ച് ഇപ്പോൾ രാവിലെ നേരം വെളുത്ത് എല്ലാം സെറ്റാക്കിയാണ്. ഇവിടെ കുളിക്കാനും എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടൊരു സ്ഥലമായിരുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ജയ്പൂരിലേക്ക് പോകണം. ഏകദേശം 80 കിലോമീറ്റർ ജയ്പൂർക്കുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ജയ്പൂരിൻ്റെ വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതുവരേക്കും ബൈ ബൈ.